ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഏക സംസ്കാരമാക്കി മാറ്റുന്ന ദേശീയത ഭരണഘടനാനുസൃതമല്ലെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ ദേശീയതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എല്ലാ സംസ്കാരങ്ങളെയും ലയിപ്പിച്ച് ഏക സംസ്കാരമാക്കി മാറ്റുന്ന ദേശീയത നമ്മുടെ ഭരണഘടനാനുസൃതമായ ദേശീയതയല്ലെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. നമുക്ക് ഏകത എന്ന മനോഭാവം വേണം, പക്ഷേ അത് വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ടാവണം. നമ്മുടെ ഭരണഘടന അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. സറീന ട്രസ്റ്റ് സംഘടിപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ ദേശീയതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, സംരക്ഷിക്കുന്ന, എല്ലാറ്റിനും ഇവിടെ നിലനിൽക്കാനുള്ള ഇടമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാനവികമായ, മതനിരപേക്ഷമായ ദേശീയതയാണ് നമ്മുടേത്. ഏക സംസ്കാരമാക്കി മാറ്റുന്ന ദേശീയത എന്ന് പറയുമ്പോൾ ഹിറ്റ്ലർ മുന്നോട്ട് വെച്ച ജർമ്മൻ ദേശീയത ഓർക്കേണ്ടതുണ്ട്. അത് ചരിത്രത്തിൽ എത്ര വലിയ ദുരന്തമായിരുന്നു. ഒന്നും അടിച്ചമർത്തിക്കൊണ്ട് ഇല്ലാതാക്കി നമുക്ക് മുന്നോട്ട് പോവാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഭരണഘടനയിലും അക്ഷരങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഭരണഘടനയാണ് നമ്മുടേത്. ബ്രിട്ടീഷുകാർ അവർക്ക് ഭരണഘടനയുണ്ട്, പക്ഷെ അതവർ എഴുതി വെച്ചിട്ടുമില്ല. അവിടെ അക്ഷരങ്ങളേ ഇല്ല. അപ്പൊ ഈ അക്ഷരങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി ഭരണഘടനയുടെ ചൈതന്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയും. ആ ചൈതന്യത്തിന് അനുസൃതമായി ജീവിക്കാൻ ഒരു ജനതയ്ക്ക് കഴിയുമ്പോഴാണ് അവർ ഭരണഘടനാപരമായ ജീവിതം നയിക്കുന്നു എന്ന് പറയാൻ കഴിയുക. പ്രൊഫസർ PK മുഹമ്മദ് അലി സ്വാഗതവും ഡോക്ടർ PM പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ കലാകാരന്മാരുടെ അവസ്ഥ ഏറെ ദയനീയമാണെന്നും വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഓണാഘോഷ പരിപാടി